VM സുധീരനേക്കാൾ സർക്കാരിൽ സ്വാധീനം വിവാദസ്വാമി സന്തോഷ് മാധവനാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാരിന്റെ ഭൂമിദാനത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നും LDF അധികാരത്തിൽ വന്നാൽ വിവാദ തീരുമാനങ്ങൾ റദ്ദാക്കുമെന്നും കോടിയേരി പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കോടിയേരി. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ അവസാനകാലം നടത്തിയ ഭൂമി കുംഭകോണത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോൾ VM സുധീരനേക്കാൾ സ്വാധീനം സന്തോഷ് മാധവനാണ്. അതുകൊണ്ടാണ് VM സുധീരൻ എതിർത്തിട്ടും ഭൂമി കുംഭകോണ നടപടികൾ റദ്ദാക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകാത്തത്. UDF സർക്കാരിന്റെ അവസാനത്തെ മാസത്തെ മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങളെല്ലാം അതിന്റെ എല്ലാം പിന്നിൽ നടന്ന കാര്യങ്ങൾ എന്താണ്? അതുകൊണ്ട് ഈ തീരുമാനങ്ങളെ കുറിച്ചെല്ലാം ഒരു ഉന്നതതല അന്വേഷണം നടത്തണം. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ തീരുമാനങ്ങളെല്ലാം തന്നെ റദ്ദാക്കും. VM സുധീരനുള്ളതിനേക്കാൾ സ്വാധീനം ഈ ഗവൺമെന്റിൽ സന്തോഷ് മാധവനാണ്. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യം പറഞ്ഞത്. LDF അധികാരത്തിൽ വന്നാൽ കോർപ്പറേറ്റുകളെയും സ്വകാര്യ മുതലാളിമാരെയും സഹായിക്കുന്ന ഭൂമി ഇടപാട് സംബന്ധിച്ച് UDF സർക്കാർ കൈക്കൊണ്ട എല്ലാ നടപടികളും റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരഹിതരുള്ള കേരളത്തിലാണ് സർക്കാർ ഭൂമി കുംഭകോണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് LDF സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായാലുടൻ CPIM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF ഘടകകക്ഷികളുടെയും INLന്റെയും തീരുമാനങ്ങൾ ആയ ശേഷം PC ജോർജ് അടക്കം LDFനെ സഹായിക്കുമെന്ന് പറഞ്ഞ 11 കക്ഷികളുടെ കാര്യം പരിഗണിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനായി ഉമ്മൻചാണ്ടിയും VM സുധീരനും രമേശ് ചെന്നിത്തലയും ഞായറാഴ്ച ദില്ലിക്ക് പോകും. ഇരവിപുരത്തിന് പകരം ലീഗിന് നൽകേണ്ട സീറ്റിന്റെ കാര്യത്തിൽ ഇന്ന് നടന്ന ചർച്ചയിൽ ധാരണയായില്ല. ഇരവിപുരത്തിന് പകരം കരുനാഗപ്പള്ളി വേണമെന്ന നിലപാടിലാണ് ലീഗ്. കരുനാഗപ്പള്ളി വിട്ടു നൽകാനാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗിനെ അറിയിച്ചു. കുന്ദമംഗലം വിട്ടു നൽകണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ലീഗും നിരാകരിച്ചതോടെ ചർച്ചയിൽ സമവായമായില്ല. കോൺഗ്രസ് പട്ടിക ഈ മാസം 31-നകം പ്രഖ്യാപിക്കുമെന്ന് സുധീരൻ പറഞ്ഞു. 26-ാം തീയതിയോടുകൂടി ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് 27-ന് ഞങ്ങൾ 3 പേരും കൂടെ ഡൽഹിക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. 27-ന് വൈകിട്ട് 28, 29, 30 തീയതികളിലായി ഡൽഹിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയും തുടർന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയും അതിൽ പങ്കെടുത്ത് 31 കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. അതേസമയം ഇടുക്കി പീരുമേടിൽ ഹോപ്സ് പ്ലാന്റേഷന് ഭൂമി പതിച്ചു നൽകിയത് പിൻവലിക്കണമെന്ന് VM സുധീരൻ വീണ്ടും ആവശ്യപ്പെട്ടു. ഇടുക്കി DCCയും ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സുധീരൻ സമ്മർദ്ദം ചെലുത്തുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വന്തം താൽപര്യം പ്രതിഫലിപ്പിക്കാനാണെന്ന നിലപാടിലാണ് ഗ്രൂപ്പ് നേതൃത്വം. ഈ അഭിപ്രായ വ്യത്യാസം സ്ഥാനാർത്ഥി നിർണയത്തെയും ബാധിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോകമെമ്പാടുമുള്ള നവമാധ്യമങ്ങളിലെ പ്രേക്ഷകരെ തത്സമയം അഭിസംബോധന ചെയ്ത പിണറായി വിജയൻ. ഫേസ്ബുക്കിലൂടെ നടന്ന തത്സമയ സംവാദത്തിൽ ലക്ഷങ്ങളാണ് പിണറായിയെ കേൾക്കാനെത്തിയത്. നെറികെട്ട വർത്തമാനകാലത്ത് നിന്നും കേരളത്തെ വിമോചിപ്പിക്കും എന്ന നിശ്ചയദാർഢ്യമാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പിണറായി വിജയനിൽ കണ്ടത്. കേരളത്തിന് തീരാക്കളങ്കം സൃഷ്ടിച്ച അഴിമതി വീരന്മാരെ തുറുങ്കിലടയ്ക്കുമോ എന്നതായിരുന്നു ആദ്യ ചോദ്യം. ചെറുതെങ്കിലും സ്പഷ്ടമായ ആ മറുപടിയിൽ എല്ലാം അടങ്ങിയിരുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചവർക്ക് LDF ഗവൺമെൻറ് ഒരു പേടി സ്വപ്നമായിരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കൽ രാഷ്ട്രീയ എതിരാളികളോട് കാണിക്കുന്നതിനായിരിക്കില്ല LDF ഗവൺമെൻറ് നിലകൊള്ളുക. വിലത്തകർച്ച മൂലം ദുരിതം നേരിടുന്ന കർഷകരെ സംരക്ഷിക്കാൻ LDF പ്രതിജ്ഞാബദ്ധമാണെന്ന് പിണറായി മറുപടി നൽകി. ചെറുകിട വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കഴിയാവുന്ന എല്ലാ മേഖലകളിലും PSC വഴിയായിരിക്കണം നിയമന പ്രക്രിയ എന്നതാണ് LDF നിലപാടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് LDFന്റെ നയം. പരിസ്ഥിതിയെ അവഗണിച്ചുകൊണ്ടുള്ള വികസനമല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാർക്കശ്യക്കാരനായി മുദ്ര കുത്തുന്നതിനെതിരെ പിണറായി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതെല്ലാം ചിലർ ചാർത്തിത്തരുന്ന വിശേഷങ്ങളാണ്. ചിലരെ ചിലതായിട്ട് ചിത്രീകരിക്കാൻ നമ്മുടെ നാട്ടിൽ ചിലർക്ക് താല്പര്യമുണ്ട്. അതിൻ്റെ ഭാഗമായി വന്ന ഒരു വിശേഷണമായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. കേരളത്തിലേക്ക് വിഷപ്പച്ചക്കറി കൊണ്ടുവരുന്നത് തടയാൻ ഏജൻസികളെ ഏൽപ്പിക്കുന്നതാണ് അഭികാമ്യം. വിഷപ്പച്ചക്കറി വിതരണം ചെയ്താൽ ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി തത്സമയം പിണറായി സംവദിച്ചത് ഒരു നവ്യാനുഭവമായി മാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
BJP രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അന്തിമ തീരുമാനമെടുത്ത ശേഷമായിരിക്കും പ്രഖ്യാപനം. തിരുവനന്തപുരം അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ മറ്റു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ആരെന്നറിഞ്ഞ ശേഷമായിരിക്കും BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. പ്രശസ്ത ഹാസ്യ കഥാപ്രസംഗ കലാകാരനും ചലച്ചിത്ര നടനുമായ VD രാജപ്പൻ അന്തരിച്ചു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 50-ലേറെ ഹാസ്യകഥാപാത്രങ്ങളെ അവിസ്മരണീയനാക്കിയ കോട്ടയം പേരൂർ വേലിക്കുഴിയിൽ ദേവദാസ് രാജപ്പൻ എന്ന VD രാജപ്പൻ കുറെ നാളുകളായി വിവിധ അസുഖങ്ങളാൽ അവശനായിരുന്നു. മാർച്ച് 8-നാണ് പക്ഷാഘാതത്തെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 ആഴ്ചയോളമായി തുടരുന്ന ചികിത്സയ്ക്കിടെ ഹൃദയാഘാതമുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ ഡോക്ടർമാർ ഏറെ പരിശ്രമിച്ചെങ്കിലും എല്ലാം വിഫലമായി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:05 ആ അനുഗ്രഹീത കലാകാരൻ മരണത്തിന് കീഴടങ്ങി. ഭാര്യ സുലോചന, മക്കൾ രാജേഷ്, രാജീവ് എന്നിവരും മരണസമയത്ത് അരികിലുണ്ടായിരുന്നു. മൃതദേഹം ഇപ്പോൾ കോട്ടയം പേരൂരിലെ വീട്ടിലാണുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. അക്ഷരനഗരിയിലെ പൗരസമൂഹം VD രാജപ്പന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. VD രാജപ്പന്റെ വിയോഗത്തിലൂടെ അക്ഷരനഗരിക്ക് നഷ്ടമായത് ഇടതു സഹയാത്രികനെയാണ്. പാരഡി ഗാനങ്ങളുടെ അപ്പോസ്തലനായ VD രാജപ്പൻ ചിരിയുടെ തിരയടിപ്പിച്ച ആ വേദികളും അദ്ദേഹത്തിന്റെ സൃഷ്ടികളും നിധി പോലെ ജനമനസ്സുകളിൽ നിന്നും സൂക്ഷിക്കപ്പെടും. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച VD രാജപ്പൻ മലയാളത്തിലെ സിനിമാ പാരഡി ഗാനങ്ങളുടെ ഉപജ്ഞാതാവ് കൂടിയാണ്. മലയാളിയെ കുടുകുടാ ചിരിപ്പിച്ച VD രാജപ്പൻ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വെള്ളിത്തിരയിലും മിന്നുന്ന താരമായി. VD രാജപ്പൻ മലയാളിക്ക് നൽകിയ സംഭാവനകളെ വ്യത്യസ്തമായി കാണണം നമ്മൾ. ആ വ്യത്യസ്തത തന്നെയാണ് VD രാജപ്പൻ എന്ന കലാകാരനെ സൃഷ്ടിച്ചതും. മലയാള ഹാസ്യലോകത്ത് പാരഡി എന്ന പുതുമയിലൂടെ ഒരു ഹാസ്യ വിപ്ലവം തന്നെയാണ് VD സൃഷ്ടിച്ചത്. 80കളിൽ സാംബശിവനും കെടാമംഗലവുമൊക്കെ സൃഷ്ടിച്ച കഥാപ്രസംഗത്തിന്റെ ഗൗരവ വഴികളിൽ നിന്നും ഹാസ്യത്തിന്റെ കഥാകഥനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി രാജപ്പൻ. കാറും കോഴിയും പട്ടിയുമൊക്കെ VD രാജപ്പന്റെ കഥകളിൽ നായകന്മാരായി. കോട്ടയത്തു നിന്നും ഇന്ത്യ മുഴുവനും പിന്നീട് ചുരുങ്ങിയ കാലം കൊണ്ട് ഗൾഫും യൂറോപ്പും അമേരിക്കയും എന്നു വേണ്ട മലയാളികളുള്ള എല്ലായിടത്തും വേദികൾ കൈയടക്കാൻ VD എന്ന സാധാരണക്കാരന് എങ്ങനെ കഴിഞ്ഞു? കോട്ടയം ചന്തയിലെ ബാർബർ ഷാപ്പിൽ നിന്ന് തുടങ്ങുന്നു ആ കലാജീവിതം. രാജപ്പന്റെ ഭാവനയിൽ വിരിഞ്ഞ ഹാസ്യഗാനങ്ങൾ കേൾക്കാൻ ദിനവും കടയ്ക്ക് മുന്നിൽ ആളുകൂടി. ഒരു ദിവസം രാജപ്പന്റെ പാട്ട് കേൾക്കാനെത്തിയ മിസസ് KM മാത്യു രാജപ്പനെ വേദിയിൽ പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിച്ചു. രാജപ്പൻ എന്ന കലാകാരനെ പുറം ലോകമറിഞ്ഞത് അന്നു മുതലായിരുന്നു. തുടർന്ന് വേദികളിൽ നിന്നും വേദികളിലേക്കുള്ള പ്രയാണം. മലയാളികളോട് കഥ പറഞ്ഞ് രാജപ്പൻ ലോകത്തിന്റെ എല്ലാ മൂലയിലുമെത്തി. ചികയുന്ന സുന്ദരിയും മാക്കും അക്കിടിപ്പാക്കരനുമൊക്കെ രാജപ്പനെ ഹാസ്യ ചക്രവർത്തിയാക്കി. അങ്ങനെ ഒരു ദിവസം രാജപ്പൻ സിനിമാ നടനുമായി. ആദ്യം അഭിനയിച്ച കാട്ടുപോത്ത് റിലീസായില്ലെങ്കിലും അത് രാജപ്പന് ശകുനപ്പിഴയായില്ല. പിന്നീട് പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെല്ലാം രാജപ്പന്റെ ഹാസ്യത്തിന് അർഹിച്ച ശ്രദ്ധ കിട്ടി. കുസൃതിക്കാറ്റും മുത്താരംകുന്നു പിയോയും രാജപ്പനെ സിനിമയുടെ ഇഷ്ടതാരമാക്കി. സിനിമയിലും സിനിമയ്ക്കകത്തും പുറത്തും രാജപ്പന് നിറയെ ആരാധകരുണ്ടായി. സാക്ഷാൽ പ്രേം നസീറായിരുന്നു രാജപ്പന്റെ ആരാധകരിൽ മുൻപൻ. സെറ്റിലുണ്ടെങ്കിൽ രാജപ്പനെ കൊണ്ട് കഥ പറയിക്കാതെ പ്രേം നസീർ വിടില്ല. സിനിമയിലും വേദികളിലും നിറഞ്ഞു നിൽക്കുമ്പോഴും നാട്ടുനന്മയുടെ ചിരി രാജപ്പനെ വിട്ടുപോയില്ല. ആരെയും കയ്യേച്ച് സഹായിക്കാൻ മടിയുണ്ടായില്ല രാജപ്പന്. ആ രാജപ്പനോട് എന്നാൽ അവസാന കാലത്ത് വിധി സഹതാപം കാണിച്ചില്ല. രോഗം പിടികൂടിയതോടെ രാജപ്പന്റെ ജീവിതത്തിലെ അരങ്ങിൽ നിന്ന് ആളൊഴിഞ്ഞു. സമ്പാദിക്കാനറിയാത്ത കലാകാരന്റെ ദുരവസ്ഥയ്ക്ക് രാജപ്പനും പാത്രമായി. VD രാജപ്പൻ മറഞ്ഞുപോയെങ്കിലും ഹാസ്യലോകത്ത് രാജപ്പനെ പോലൊരു കലാകാരൻ വേറെ ഉണ്ടാവില്ല. രാജപ്പന് മുൻപും പിൻപും. ന്യൂസ് ഡെസ്ക്. കലാഭവൻ മണിയുടെ മരണത്തിലെ ആശയക്കുഴപ്പം നീക്കാൻ വിദഗ്ധ മെഡിക്കൽ സംഘം രൂപീകരിക്കും. അതേസമയം തെളിവുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്ത മണിയുടെ സഹായികളായ അരുൺകുമാർ, വിപിൻ, മുരുകൻ എന്നിവരെ വിട്ടയച്ചു. കലാഭവൻ മണിയുടെ മരണകാരണത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കാത്തതിനാലാണ് ഇക്കാര്യം പരിശോധിക്കാൻ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കുന്നത്. മണിയെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് പുറമെ ഫോറൻസിക് വിദഗ്ധരും രാസപരിശോധനാ വിഭാഗത്തിലെ വിദഗ്ധരും ഉൾപ്പെടുന്നതാണ് സംഘം. കീടനാശിനി ശരീരത്തിൽ എത്തിച്ചേർന്നുവെന്ന് കണ്ടെത്തിയെങ്കിലും അളവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാക്കനാട്ടെ ഫോറൻസിക് ലാബിനോട് അളവ് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം കൂടി ലഭ്യമായ ശേഷമാവും മരണകാരണം സംബന്ധിച്ച നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. 1.5 ആഴ്ചയായി പോലീസ് ചോദ്യം ചെയ്തു വന്നിരുന്ന മണിയുടെ 3 സഹായികളെ ഇന്നലെ അന്വേഷണ സംഘം വിട്ടയച്ചിരുന്നു. തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ മുരുകൻ, അരുൺ, വിപിൻ എന്നിവരെയാണ് വിട്ടയച്ചത്. എന്നാൽ എല്ലാ ദിവസവും ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിൽ ഹാജരാകാൻ ഇവർക്ക് നിർദ്ദേശം നൽകി.
ആത്മഹത്യ, കൊലപാതകം എന്നിവയ്ക്ക് തെളിവുകൾ ലഭിക്കാത്തതിനാൽ സ്വാഭാവിക മരണത്തിന്റെ സാധ്യതകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഹൈദരാബാദിൽ സെമിനാറിൽ സംസാരിക്കുന്നതിനിടെ JNU വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കനയ്യകുമാറിനെതിരെ ചെരുപ്പേർ. ഗോസംരക്ഷക പ്രവർത്തകനായ നരേഷ് കുമാറാണ് ചെരുപ്പേറിഞ്ഞത്. കനയ്യകുമാർ ദേശദ്രോഹിയാണെന്നും ഇതുപോലുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കരുതെന്നും പറഞ്ഞായിരുന്നു ചെരുപ്പേർ. പോലീസ് എത്തി ചെരുപ്പേറിഞ്ഞയാളെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷമാണ് സെമിനാർ തുടർന്നത്. ഇത്തരം സംഭവങ്ങൾ തന്നെ ബാധിക്കുന്നില്ലെന്നും ഗാന്ധിമാർഗമാണ് തന്റേതെന്നും കനയ്യ പറഞ്ഞു. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭീഷണിയിലാണ്. തങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ആരോപണം. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളാണോ സർക്കാരാണോ രാഷ്ട്രീയം കളിക്കുന്നതെന്നും കനയ്യ ചോദിച്ചു. യേശുവിന്റെ അന്ത്യത്താഴ വിരുന്നിന്റെ ഓർമ്മ പുതുക്കി തലസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പെസഹ വ്യാഴം ആചരിച്ചു. പള്ളികളിൽ നടന്ന തിരുവത്താഴ പൂജയിലും കാൽകഴുകൽ ശുശ്രൂഷയിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് സംബന്ധിച്ചത്. ശിഷ്യരോടൊത്തുള്ള യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് തലസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും പെസഹ ആചരിച്ചത്. രാവിലെ മുതൽ തന്നെ വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പ്രാർത്ഥനയും പൂജകളും പള്ളികളിൽ നടന്നു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ക്ലീമീസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം നൽകി. ഇവിടെ നടന്ന തിരുവത്താഴ പൂജയിലും പെസഹ കുർബാനയിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ലത്തീൻ കത്തോലിക്ക അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസാപ്പാക്യമാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലെ കാൽകഴുകൽ ശുശ്രൂഷയ്ക്കും കുർബാനയ്ക്കും നേതൃത്വം നൽകിയത്. മാർപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ച് പുരുഷന്മാരുടേതൊപ്പം സ്ത്രീകളുടെയും വിഭിന്ന ശേഷിയുള്ളവരുടെയും അടക്കം കാലുകൾ കഴുകിയാണ് ബിഷപ്പ് പെസഹ ചരിത്രത്തിന്റെ ഭാഗമായത്. ആയിരങ്ങൾ സെന്റ് ജോസഫ് ദേവാലയത്തിലെ ശുശ്രൂഷകളിലും സംബന്ധിച്ചു. സീറോ മലബാർ സഭയുടെ ആരാധനാ കേന്ദ്രമായ പട്ടം ലൂർദ് ഫെറോന പള്ളിയിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങളിൽ നിരവധി വിശ്വാസികളാണ് എത്തിയിരുന്നത്. പാളയം സമാധാന രാജ്ഞി ബസലിക്ക, സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, പാളയം CSI ദേവാലയം തുടങ്ങിയ പള്ളികളിലെല്ലാം നടന്ന വിശുദ്ധവാര തിരുകർമ്മങ്ങളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. യേശുദേവന്റെ കുരിശുമരണത്തിന്റെ സ്മരണയിൽ നാളെ തലസ്ഥാനത്ത് വിവിധ സഭകളുടെ നേതൃത്വത്തിൽ സംയുക്ത കുരിശിന്റെ വഴിയും നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ക്രിസ്തുദേവന്റെ അന്ത്യത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷകളും നടന്നു. എളിമയുടെ പ്രതീകമായി യേശു ക്രിസ്തു തന്നെ 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെ പ്രതീകമായാണ് ദേവാലയങ്ങളിൽ ചടങ്ങുകൾ നടന്നത്. കൊച്ചിയിൽ സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം നൽകി. കൈക്കൂലിക്കും അഴിമതിക്കും വേണ്ടി ജീവിക്കുന്നവർ ദരിദ്രന്റെ പണമാണ് അപഹരിക്കുന്നതെന്ന ഓർമ്മ വേണമെന്ന് തന്റെ പെസഹ ദിന സന്ദേശത്തിൽ കർദിനാൾ ഓർമ്മിപ്പിച്ചു. ദേശീയവാദത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കുന്നത് നീതീകരിക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിറങ്ങളിൽ നീരാടി രാജ്യം ഇന്ന് ഹോളി ആഘോഷിക്കുന്നു. വസന്തത്തെ വരവേൽക്കുന്ന നിറങ്ങളുടെ ഉത്സവമാണ് ഹോളി. കനത്ത സുരക്ഷയിലാണ് ഉത്തരേന്ത്യയിൽ ഇത്തവണ ഹോളി ആഘോഷങ്ങൾ. വർണ്ണങ്ങളിൽ നിറഞ്ഞാടി ബാങ്കിന്റെ ലഹരിയിൽ ആഘോഷ തിമിർപ്പിലാണ് ഉത്തരേന്ത്യ. ഫാൽഗുന മാസത്തിലെ പൗർണമി ദിനത്തിലാണ് ഹോളി ആഘോഷിക്കുന്നത്. ഓരോയിടത്തും ഓരോ ഐതിഹ്യങ്ങൾ ഹോളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഐതിഹ്യങ്ങൾ പലതാണെങ്കിലും ആഘോഷങ്ങൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ. വർണ്ണങ്ങൾ വാരിവിതറിയും മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും കൈമാറിയുമാണ് ആഘോഷം. ബാങ്കിന്റെ ലഹരിയില്ലാതെ ഉത്തരേന്ത്യക്കാരുടെ ഹോളി ആഘോഷത്തിന് പൂർണ്ണതയില്ല. ശൈത്യകാലത്തിന് വിട നൽകി ആർപ്പുവിളിയും ആഘോഷവുമായി ഉത്തരേന്ത്യൻ ജനത വസന്തകാലത്തെ വരവേൽക്കുകയാണ് ഹോളിയിലൂടെ. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ച ക്ഷയരോഗ നിർമ്മാർജ്ജന ഫണ്ട് സംസ്ഥാന സർക്കാർ വകമാറ്റി. കേന്ദ്രം അനുവദിച്ച 11,33,00,000-ൽ 6 കോടിയോളം രൂപ സർക്കാർ NRHMന് ഇതുവരെയും നൽകിയിട്ടില്ല. കേന്ദ്ര ഫണ്ട് പൂർണ്ണമായും വിനിയോഗിക്കാൻ സാധിക്കാത്ത NRHM അടുത്ത വർഷത്തെ ഫണ്ട് ഗണ്യമായി കുറയുമെന്ന ആശങ്കയിലാണ്. സംസ്ഥാനത്ത് RNTCP വഴി ക്ഷയരോഗത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് നൽകുന്നത്. 2015-16 വർഷത്തേക്ക് 2 ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്തിന് ഫണ്ട് ലഭിച്ചത്. ആദ്യ ഇൻസ്റ്റാൾമെന്റിൽ 9,28,91,000 രൂപയാണ് സംസ്ഥാന ട്രഷറിയിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ കേന്ദ്രം നിക്ഷേപിച്ചത്. എന്നാൽ ഇതിൽ 6 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ NRHMന് നൽകിയത്. ശേഷിക്കുന്ന 3,28,00,000 TB സെന്ററിന് ലഭിച്ചതേയില്ല.
രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റായി 2,04,65,000 രൂപ ജനുവരിയിൽ സംസ്ഥാനത്തിന് ലഭിച്ചു. ഇതിൽ 2 കോടി രൂപയും NRHMന് സംസ്ഥാന സർക്കാർ നൽകിയില്ല. ചുരുക്കത്തിൽ 2015-16 വർഷത്തെ ക്ഷയരോഗ നിയന്ത്രണത്തിനുള്ള കേന്ദ്ര ഫണ്ടിൽ 6 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ വകമാറ്റിയത്. ഇതേ തുടർന്ന് NRHMലെ ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങുന്ന അവസ്ഥയുമുണ്ടായി. എടുത്ത വായ്പ പോലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് NRHM. കേന്ദ്ര ഫണ്ട് പൂർണ്ണമായും ലഭിക്കാത്തതിനെ തുടർന്ന് പല ക്ഷയരോഗ പ്രതിരോധ പ്രവർത്തനങ്ങളും താളം തെറ്റിയ അവസ്ഥയിലുമാണ്. കേന്ദ്ര ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചില്ലെങ്കിൽ അടുത്ത വർഷത്തെ തുക കേന്ദ്രം ഗണ്യമായി വെട്ടിക്കുറയ്ക്കും. സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് ലഭിക്കുന്ന ഫണ്ട് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തുമോ എന്നതാണ് NRHMന്റെ ആശങ്ക. എസ് ഷീജ, തിരുവനന്തപുരം. തല്ലുകേസിൽ ജില്ലാ ജയിലിൽ കഴിയുന്ന യുവാവിന് കോടതിയുടെ അനുമതിയോടെ നടന്ന വിവാഹം പ്രണയ സാഫല്യം കൂടിയായി. കൊല്ലം ആദിച്ചങ്ങല്ലൂർ സ്വദേശി സുമിത് ദാസാണ് കൊല്ലം പള്ളിമുക്ക് പാലത്തറ ദുർഗാദേവി ക്ഷേത്രത്തിൽ നടന്ന സമൂഹ വിവാഹത്തിൽ വെച്ച് സഹപ്രവർത്തക സൗമ്യയ്ക്ക് താലി ചാർത്തി ജീവിതസഖിയാക്കിയത്. നല്ല ജീവിതത്തിന് അവസരം നൽകണമെന്ന സുമിത്തിന്റെ അപേക്ഷയെ തുടർന്നാണ് കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിവാഹത്തിനും ചടങ്ങുകൾക്കും ബന്ധുക്കളെ കാണുന്നതിനുമായി 3 മണിക്കൂർ സമയം അനുവദിച്ചത്. രാവിലെ 11 മണിക്ക് ജില്ലാ ജയിലിൽ നിന്ന് പോലീസ് അകമ്പടിയോടെ വിവാഹത്തിനെത്തിയ സുമിത്ത് 11:30-നും 12-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രിയതമയ്ക്ക് താലി ചാർത്തി. ചടങ്ങുകൾക്ക് ശേഷം വധു വരന്റെ വീട്ടിലേക്കും സുമിത്ത് ജയിലിലേക്കും പോയി. കൊട്ടിയത്തെ ഒരു വസ്ത്രവ്യാപാരശാലയിലെ ജീവനക്കാരായിരുന്നു ഇരുവരും. ഇന്നത്തെ വിവാഹം അവരുടെ പ്രണയ സാഫല്യം കൂടിയായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഈ വർഷത്തെ SK പൊറ്റക്കാട് സാഹിത്യ അവാർഡ് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സജിൽ ശ്രീധരന്. പോപ്പുലർ സ്ഥാപകൻ KP പോളിന്റെ ജീവചരിത്രമായ അതികായൻ എന്ന കൃതിയാണ് സജിൽ ശ്രീധരന് അവാർഡ് നേടിക്കൊടുത്തത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഏപ്രിൽ 2-ന് കോഴിക്കോട് വെച്ച് നൽകും.